ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ എല്ലാ പ്രാർത്ഥന ആവശ്യങ്ങളും ഞങ്ങൾ കാണുന്നു, പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി കർത്താവിൻ്റെ സന്നിധിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനയ്ക്കും കർത്താവ് ഉത്തരം നൽകും. ഭാരപ്പെടരുത്, പ്രാർത്ഥനയിൽ മടുപ്പ് തോന്നരുത്. ഈ ലോകത്തിൽ ഏത് കാര്യങ്ങൾക്കും ഏത് ആവശ്യങ്ങൾക്കും ദൈവത്തിൻ്റെ സന്നിധിയിൽ പരിഹാരമുണ്ട്. ഇന്ന് നിങ്ങൾ ആകുലപ്പെടുന്ന വിഷയങ്ങളിൽ, നിങ്ങളുടെ പ്രതിസന്ധിയിൽ, നിങ്ങളെ അലട്ടുന്ന പ്രശ്നങ്ങളിൽ കർത്താവിൻ്റെ സന്നിധിയിൽ ഉത്തരമുണ്ട്. നിങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുക. നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങൾക്കും നിങ്ങൾ ചോദിക്കുന്നതിന് മുൻപേ തന്നെ അവിടുന്ന് നിങ്ങൾക്ക് വേണ്ടി സകലതും കരുതിയിരിക്കുന്നു. ഇന്ന് ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലിയിൽ ശ്രദ്ധാലുക്കളായി ഉത്തരവാദിത്വ ബോധത്തോടെ ചെയ്യുക. ബാക്കി എല്ലാം കർത്താവ് നമുക്ക് വേണ്ടി ക്രമീകരിച്ചിരിക്കും. ഇന്നത്തെ ആവശ്യങ്ങളെ, യാത്രകളെ, നിങ്ങളെ അലട്ടുന്ന വിഷയങ്ങളെ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് ദൈവത്തിൻ്റെ വചനം നമുക്ക് ശ്രവിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. 2 തിമോഥെയോസ് 4 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. എൻ്റെ ന്യായവാദങ്ങൾ ഞാൻ ആദ്യം അവതരിപ്പിച്ചപ്പോൾ ആരും എൻ്റെ ഭാഗത്തല്ലായിരുന്നു. എല്ലാവരും എന്നെ ഉപേക്ഷിച്ചു. ആ കുറ്റം അവരുടെ മേൽ ആരോപിക്കപ്പെടാതിരിക്കട്ടെ. എന്നാൽ കർത്താവ് എൻ്റെ ഭാഗത്തുണ്ടായിരുന്നു. എല്ലാ വിജാതീയരും കേൾക്കത്തക്ക വിധം വചനം പൂർണ്ണമായി പ്രഖ്യാപിക്കുന്നതിന് വേണ്ട ശക്തി അവിടുന്ന് എനിക്ക് നൽകി. അങ്ങനെ ഞാൻ സിംഹത്തിൻ്റെ വായിൽ നിന്നും രക്ഷിക്കപ്പെട്ടു. കർത്താവ് എല്ലാ തിന്മകളിൽ നിന്ന് എന്നെ മോചിപ്പിച്ച് തൻ്റെ സ്വർഗരാജ്യത്തിലേക്കായി എന്നെ കാത്തുകൊള്ളും എന്നും എന്നേക്കും അവിടത്തേക്ക് മഹത്വം. ആമേൻ. കർത്താവായ ദൈവമേ, ഇന്ന് ഒരു പുതിയ ദിവസം നൽകിയതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഇന്നത്തെ ദിവസം ഞങ്ങൾക്കായി അങ്ങ് കരുതി വച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളെ, അവസരങ്ങളെ പൂർണ്ണമായി വിനിയോഗിക്കാൻ കർത്താവേ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ഓരോ നിമിഷവും, ജീവിതത്തിലെ ഓരോ ദൈവിക ഇടപെടലും അത് ലോകം മുഴുവനും പ്രഖ്യാപിക്കുവാൻ, അങ്ങനെ ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്തുവാൻ ഇന്നും എന്നും കർത്താവേ ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. ഇന്നത്തെ ദിവസം എല്ലാ തിന്മകളിൽ നിന്നും, പരാതികളിൽ നിന്നും, ആരോപണങ്ങളിൽ നിന്നും, അപവാദങ്ങളിൽ നിന്നും, നുണപറച്ചിലിൽ നിന്നും, ശത്രുവിൻ്റെ കെണിയിൽ നിന്നും, ശത്രുവിൻ്റെ അപവാദങ്ങളിൽ നിന്നും ഞങ്ങളെ നീ കാത്തുകൊള്ളണമേ. കർത്താവേ, ഞങ്ങൾക്കെതിരെ കെണിയൊരുക്കുന്ന ശത്രുക്കളുടെ കെണികളെ നീ തകർത്തെറിഞ്ഞ് നിന്റെ ശക്തമായ കരങ്ങളാൽ ഞങ്ങളെ നീ കാത്തുകൊള്ളണമേ. കർത്താവേ, ഞങ്ങൾ നിന്റെ മക്കളാണ്. ഞങ്ങൾ നിന്റെ നാമത്തെ പ്രഘോഷിക്കുന്നവരാണ്. ഞങ്ങൾ നിന്റെ വചനത്തെ അന്വേഷിക്കുന്നവരും അതനുസരിക്കുന്നവരുമാണ്. ഞങ്ങൾ നിന്റെ വചനത്തെ പ്രഘോഷിക്കുന്നവരാണ്. നിന്റെ അത്ഭുത പ്രവർത്തനത്തെ പ്രകീർത്തിക്കുന്നവരാണ്. ദൈവമേ, ഞങ്ങൾക്കെതിരെയുള്ള ശത്രുവിൻ്റെ എല്ലാ പോരാട്ടങ്ങളെയും ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങൾക്കെതിരെയുള്ള ശത്രുവിൻ്റെ പ്രകോപനപരമായ കെണികളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങൾക്കെതിരെ അനേകരെ വിളിച്ചുകൂട്ടി ഞങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്ന ശത്രുവിൻ്റെ പദ്ധതികളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, അങ്ങ് അരുളി ചെയ്തിട്ടുണ്ട്, പ്രതികാരം നിങ്ങളുടേതല്ല, പ്രതികാരം എൻ്റേതാണ്. ദൈവമേ, പ്രതികാരം അങ്ങയുടേതാണ് എന്ന് ഞങ്ങളും വിശ്വസിക്കുന്നു. അതിനാൽ ഞങ്ങൾക്കെതിരെയുള്ള ശത്രുക്കളോട് ഞങ്ങൾ പ്രതികാരം ചെയ്യുന്നില്ല. എന്തെന്നാൽ നീയാണ് ഞങ്ങളുടെ കർത്താവ്. നീ ഞങ്ങളെ സംരക്ഷിക്കണമേ. ഞങ്ങൾക്കെതിരെയുള്ള എല്ലാ ശത്രുക്കളെയും ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഞങ്ങളെ തകർക്കാനുള്ള ശത്രുവിൻ്റെ ഉപായങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ വസ്തുവകകൾക്കെതിരെയുള്ള ശത്രുവിൻ്റെ പദ്ധതികളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. അധികാരികളുടെ മുൻപിൽ ഞങ്ങളെ കെണി ഒരുക്കാൻ ശ്രമിക്കുന്ന
ശത്രുവിൻ്റെ പദ്ധതികളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങൾക്കെതിരെ ഗൂഢാലോചന നടത്തുന്ന എല്ലാ വ്യക്തികളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. അവരുടെ പദ്ധതികളെ സമർപ്പിക്കുന്നു, അവരുടെ സംസാരത്തെ സമർപ്പിക്കുന്നു, അവരുടെ ആലോചനകളെ സമർപ്പിക്കുന്നു, അവരുടെ തന്ത്രങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവേ, അങ്ങാണ് പ്രതികാരം ചെയ്യുന്ന ദൈവം. ഞങ്ങൾ എല്ലാവരോടും ക്ഷമിക്കുന്നു. ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്യുന്ന എല്ലാവരോടും, ഞങ്ങളെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന എല്ലാവരോടും പൂർണ്ണമായി ഞങ്ങൾ ക്ഷമിക്കുന്നു, ഹൃദയപൂർവ്വം ക്ഷമിക്കുന്നു. എന്നാൽ അവരുടെ എല്ലാ പ്രവർത്തനങ്ങളെയും നിനക്ക് തരുന്നു. നീ ഏറ്റെടുക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി പ്രതികാരം ചെയ്യുന്ന ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന കർത്താവേ, അവിടുത്തെ ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി പൊരുതി ഞങ്ങൾക്ക് വിജയം നൽകുന്ന ദൈവമേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ശത്രുവിൻ്റെ മുൻപിൽ മേശയൊരുക്കുന്ന നാഥ, അങ്ങയുടെ നാമം മഹത്വപ്പെടുത്തണമേ. ശത്രുവിൻ്റെ മുൻപിൽ തന്നെ നിന്റെ നാമം മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം നീ ഞങ്ങളെ ഉയർത്തണമേ. ഞങ്ങളുടെ പദ്ധതികളെ, പ്രവർത്തനങ്ങളെ നീ അനുഗ്രഹിച്ചുയർത്തണമേ. ഞങ്ങളുടെ ചിന്തകളെ, വാക്കുകളെ, ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ എല്ലാം നീ ആശീർവദിക്കണമേ. ശത്രു കുറ്റം കണ്ടുപിടിക്കാൻ ശ്രമിച്ചാൽ പോലും കുറ്റം കാണാത്ത തരത്തിൽ ഞങ്ങളെ നീ കാത്ത് സൂക്ഷിക്കണമേ. നിന്റെ ജ്ഞാനം കൊണ്ടും അറിവ് കൊണ്ടും ഞങ്ങളെ നീ രക്ഷിക്കണമേ, സഹായിക്കണമേ. ഇന്നത്തെ എല്ലാ നിയോഗങ്ങളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. കാരുണ്യവാനായ ദൈവമേ, ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങൾക്കെതിരെ പോരാടുന്ന എല്ലാ ദുഷ്ടാരൂപികളിൽ നിന്നും നീ ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കു വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കരുണാമയനായ ദൈവമേ, ഞങ്ങളോട് കരുണ കാണിച്ച് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ഉണ്ടാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാനിടയാക്കരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം നിന്റെ എല്ലാ പ്രയത്നങ്ങളെയും അവിടുന്ന് അനുഗ്രഹിക്കട്ടെ. എല്ലാ ശത്രുക്കളിൽ നിന്നും അവിടുന്ന് നിന്നെ പ്രത്യേകം കാത്ത് സംരക്ഷിച്ച് നിനക്ക് വിജയം നൽകി അവിടുന്ന് നിന്നെ മഹത്വപ്പെടുത്തട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ട എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ വസ്തുവകകളുടെ മേൽ കർത്താവിൻ്റെ ശക്തരായ ദൂതന്മാർ കാവലുണ്ടായിരിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ. ആമേൻ.